റീചാർജ് പ്ലാനിനൊക്കെ ഇപ്പോൾ വലിയ വിലയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ സിമ്മ് കൊണ്ടു നടക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിലുള്ളവർക്കുമാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ തരണം ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് വളരെ ചുരുങ്ങിയ വിലയിൽ തന്നെ നിങ്ങൾക്ക് വർഷങ്ങളോളം നിങ്ങളുടെ സിം കാർഡ് കൊണ്ടു നടക്കാൻ സാധിക്കും. ഇപ്പോൾ ബാങ്ക് ആവശ്യങ്ങൾക്കായും സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതൊക്കെ ഈ നമ്പറിലായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ കയ്യിലും നമ്മുടെ ഫോൺ നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം നമ്പറുകൾ നമുക്ക് ഉപേക്ഷിക്കാൻ പേടിയാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് നമ്മുടെ സിം കാർഡ് നിലനിർത്താൻ സാധിക്കും. ഈ എയർടെലും ജിയോയും വി ഐയും പോലെയുള്ള കമ്പനികളൊക്കെ നമ്മളെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവരുടെ പുതിയൊരു പ്ലാൻ തന്നെ കണ്ടാൽ മതി. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ട്രായ് പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഡാറ്റയൊന്നും ഉപയോഗിക്കാത്തവർക്ക് കോളിങ്ങിനായിട്ട്, അതായത് അൺലിമിറ്റഡ് കോളിങ്ങിനായിട്ട് തന്നെ ഒരു റീചാർജ് പ്ലാൻ കൊണ്ടുവരണം എന്നുള്ളത്. ഈ ട്രായ് പറഞ്ഞതുകൊണ്ട് തന്നെ എയർടെലിനും വി ഐക്കും ജിയോയ്ക്കും ഒന്നും ഇത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അവർ കൊണ്ടുവന്ന പ്ലാൻ എന്താണെന്ന് അറിയുമോ? നമ്മളെ ഒന്നാം തരത്തിൽ പരിഹസിച്ച് കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എയർടെലിന് 509 രൂപയുടെ ഒരു റീചാർജ് പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് 6 GB ഡാറ്റയും 84 ദിവസം വാലിഡിറ്റിയാണ്, 900 SMS ഉണ്ട്. അപ്പോൾ ആ പ്ലാനിലെ 6 GB അങ്ങ് എടുത്തു കളഞ്ഞു. അപ്പോൾ ട്രായ് പറഞ്ഞ നിർദ്ദേശമായി, അതായത് കോളിന് മാത്രമായിട്ടുള്ള പ്ലാൻ ആക്കി അത് മാറ്റി. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോള് വന്നപ്പോഴെന്ത് ചെയ്തു? 10 രൂപ കൂടി കുറച്ചു. 499 രൂപയ്ക്ക് നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോളും 900 SMS-ഉം 84 ദിവസം വാലിഡിറ്റിയുമാക്കിയിട്ട് എയർടെൽ ആ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിച്ചു. ജിയോയും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. 479 രൂപയുടെ പ്ലാൻ ഉണ്ടായിരുന്നു. അതിലും ഇതുപോലെ 6 GB ഡാറ്റ, 84 ദിവസം വാലിഡിറ്റി, അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോള് 1000 SMS ആയിരുന്നു. അതിൽ നിന്ന് ഈ 6 GB ഡാറ്റ എടുത്തു കളഞ്ഞു, 21 രൂപ കുറച്ചു. ഇപ്പം 458 രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും 1000 SMS-ഉം 84 ദിവസം വാലിഡിറ്റി ആക്കി. അതായത് ട്രായ് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് വെച്ച നിർദ്ദേശം 21 രൂപയും 10 രൂപയൊക്കെ കുറച്ചിട്ട് അതേ പ്ലാനിൽ നിന്ന് ഡാറ്റ എടുത്ത് കളഞ്ഞിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ പിഴിയുന്ന ഇത്തരം നെറ്റ്വർക്ക് കമ്പനികൾക്ക് നമുക്ക് തിരിച്ചു പണി കൊടുക്കാൻ പറ്റും. അതും കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നിങ്ങളുടെ സിം കാർഡ് വർഷങ്ങളോളം നിലനിർത്താനുള്ള ആദ്യത്തെ ഐഡിയ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും തൂക്കിക്കയറി വെടിവെക്കും. അപ്പോൾ ആദ്യം ഞാൻ എന്താണ് പറയുന്നതെന്ന് മുഴുവനായിട്ട് കേൾക്കാം. നിങ്ങളുടെ എല്ലാ വേവലാതികൾക്കും ഞാനിതിൽ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം വിദേശ രാജ്യങ്ങളിലുള്ളവർക്കുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലുള്ളവർക്കുള്ളത് പറഞ്ഞു തരാം. വിദേശത്തുള്ളവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സിം കാർഡ് BSNL-ലേക്ക് പോർട്ട് ചെയ്യുക. അപ്പോൾ പലരും എന്നോട് പറയും, ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടാവില്ല, പലയിടത്തും റേഞ്ച് ഉണ്ടാവില്ല, മര്യാദയ്ക്ക് കോൾ കിട്ടൂല. എല്ലാത്തിനുള്ള പോംവഴി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് BSNL-ലേക്ക് പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നത് കേൾക്ക്. അതിനുശേഷം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ BSNL-ലേക്ക് പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ 6 മാസക്കാലത്തോളം നിങ്ങൾ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ സിം കാർഡ് കട്ടാവില്ല. പിന്നീട് വെറും 91 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 ദിവസം വരെ വീണ്ടും വാലിഡിറ്റി കിട്ടും. അതുപോലെ തന്നെ വലിയ വാലിഡിറ്റി കിട്ടുന്ന ഒരുപാട് ചെറിയ റീചാർജുകൾ BSNL-നകത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു OTP ലഭിക്കണമെങ്കിലും ഒരു മിസ് കോൾ ലഭിക്കണമെങ്കിലും മറ്റു കമ്പനികൾ റോമിംഗ് ചാർജുകൾ വളരെ വലുതാണ് പിടിക്കുന്നത്. ഇപ്പോൾ ജിയോ യൂസറൊക്കെ ആണെങ്കിൽ വിദേശ രാജ്യത്ത് പോയിട്ട് അവർക്കൊരു SMS വരണമെങ്കിൽ ഒരു OTP വരണമെങ്കിൽ പോലും 1200 ഒക്കെ പ്ലാൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ BSNL-ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും 57 രൂപ, 57 വെറും 57 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസത്തെ റോമിംഗ് ആണ് തരുന്നത്. അതുമല്ല 195 രാജ്യങ്ങളിൽ ഏകദേശം 400-ന് മുകളിൽ നെറ്റ്വർക്കിൽ BSNL നിങ്ങൾക്ക് റോമിങ്ങിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 67-ൻ്റെയും 120-ൻ്റെയും എന്തിന് 1300-ൻ്റെയും പോലും റോമിംഗ് പ്ലാനുകൾ BSNL അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഡാറ്റ വരെ യൂസ് ചെയ്യേണ്ട പ്ലാനുകളുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ ഒരു OTP ഒക്കെ വരണമെങ്കിൽ ഇത്രയും ചെറിയ ചീപ്പ് റീചാർജ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വിദേശത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മിസ് കോൾ ലഭിക്കുന്നതാണ്. എന്ത് മെസ്സേജ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് BSNL-ൻ്റെത് വിദേശ രാജ്യങ്ങൾ, അതായത് 195 രാജ്യങ്ങളാണ്. ആ 195 രാജ്യങ്ങളിലെ ഭൂരിഭാഗം നെറ്റ്വർക്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
നിങ്ങൾ നാട്ടിലാകെ നിൽക്കുന്നത് 1-2 മാസമായിരിക്കുമല്ലേ, ചിലർ 3-6 മാസമൊക്കെ നിൽക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സിം കാർഡ് എടുത്താൽ മതി. അത് ജിയോയുടേതായാലും എയർടെലിൻ്റെതായാലും ഏതെങ്കിലും ഒരു സിം കാർഡ് എടുക്കുക. അത് തിരിച്ചു പോകുമ്പോൾ കട്ടായാലും കുഴപ്പമില്ല, വരുന്ന സമയത്ത് പുതിയ സിം എടുക്കുക. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ ഇതുപോലെ നമുക്ക് പുതിയ സിം എടുക്കാം. അപ്പോൾ പലർക്കും ഉള്ള പ്രശ്നമായിരിക്കും, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സിമ്മിൽ ആരെങ്കിലും വിളിച്ചാൽ അവിടെ BSNL കവറേജ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ഫോൺ കോൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും, കോൾ ഡൈവേർട്ടിങ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ്വർക്ക് കവറേജിൻ്റെ പരിധിയിലല്ലെങ്കിൽ നിങ്ങളെടുത്ത പുതിയ സിമ്മിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സിം ഉണ്ടെങ്കിൽ അതിലേക്ക് കോൾ വന്നോളും. അതായത് ആ കോളിങ്ങിൻ്റെ പ്രോബ്ലവും നിങ്ങൾക്ക് നിൽക്കും. ഇനി നാട്ടിലുള്ളവരും അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലെ ബാധ്യതയായിട്ടുള്ള രണ്ടാമത്തെ സിം ഉണ്ടാവുമല്ലോ, ആ സിം നിങ്ങൾ BSNLിലേക്ക് പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു സിം എന്തായാലും നെറ്റ്വർക്കൊക്കെ ഉപയോഗിക്കാൻ എയർടെലോ ജിയോ വിയോയോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവൂ, അതായത് പലയിടത്തും നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ആ പ്രോബ്ലം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൾ ഡൈവേർട്ട് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ ഈ BSNL സിമ്മിലേക്ക് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പുതിയ സിമ്മിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു സിമ്മിലേക്കോ കോൾ വരും. ആ സമയത്ത് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാം, സംസാരിക്കാം. അതുപോലെ തന്നെ അങ്ങോട്ട് വിളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ സാധാരണ സിമ്മ് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. അതിനായിട്ട് ഫോണിലെ ഡയലർ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കോളിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓപ്പറേറ്റർ റിലേറ്റഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്യുക. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഡുവൽ സിം ആണെങ്കിൽ നിങ്ങളുടെ ഏത് സിമ്മാണ് രണ്ടാമത്തെ സിം, അതായത് BSNL അല്ലാത്ത സിം ഏതാണ് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ഒരു ചെറിയ ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ ചില ഫോണിലും സെറ്റിങ്സിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. സിം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ സിമ്മേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ഇവിടെ വോയിസ് കോൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അല്പസമയം എടുക്കും. അല്പസമയം കാത്തു നിന്നാൽ ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവൻ അൺറീച്ചബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ BSNLിലേക്ക് പോർട്ട് ചെയ്ത നമ്പർ ഉണ്ടല്ലോ, അത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ തന്നെ നിങ്ങൾക്കിത് സെറ്റ് ആകുന്നതാണ്. സിം സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണ് BSNL നമ്പറിൽ നിന്ന് കോൾ വരേണ്ടത് ആ നമ്പറിലാണ് ഈ ഓപ്ഷനൊക്കെ എടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ BSNL നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ BSNL നമ്പർ ഔട്ട് ഓഫ് റീച്ചബിൾ ആകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് എയർടെലോ വിഐയോ ഏതാണ് ജിയോ അതിലേക്ക് കോൾ വന്നോളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഈ എയർടെലും ജിയോയും വിഐയും ഒക്കെ ഒരു കാലത്ത് ഭയപ്പെട്ടിരുന്നു. ഒരുപാട് ആൾക്കാർ BSNLിലേക്ക് പോർട്ട് ചെയ്ത് പോയപ്പോൾ ഇവർ പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ ആനുകൂല്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. BSNLിന് പലയിടത്തും നെറ്റ്വർക്ക് കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വേഗത കുറവാണ്. ഇതൊക്കെ കണ്ടിട്ട് പലരും തിരിച്ച് ഇത്തരം കമ്പനികളിലേക്ക് തന്നെ വരാൻ തുടങ്ങി. ഇവർ ഈ കൊണ്ടുവരാൻ നിന്ന വലിയ വലിയ ഓഫറുകളുണ്ട്, അതൊക്കെ ഇവർ ഫ്രീസ് ചെയ്തു. നിങ്ങളൊന്നും എവിടെയും പോകില്ലെന്ന് ഇവന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികൾക്ക് നിങ്ങൾ തിരിച്ചു പണി കൊടുക്കുക തന്നെ ചെയ്യണം. നിങ്ങളുടെ കാലാകാലം നിലനിർത്തേണ്ട ഒറിജിനൽ സിം പോർട്ട് ചെയ്യുക തന്നെ വേണം. അങ്ങനെ മാത്രമേ നമുക്ക് ഇവർക്ക് തിരിച്ച് പണി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും ഗുഡ് ബൈ.